ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോടതി എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ ഒരു 38 വയസ്സാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങി അന്തസ്സായി കല്യാണം കഴിച്ച് ജീവിക്കും. ഒരു കൂസലുമില്ലാതെ ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞ വാക്കുകളാണിത്. എന്നെങ്കിലും ജയിലിന് പുറത്തിറങ്ങുമെന്നവൾ അഗാധമായി വിശ്വസിച്ചിരുന്നു. എന്നാൽ അവളുടെ ഈ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്തി കോടതി അവൾക്ക് വിധിച്ചത് തൂക്കുകയറായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ വിധി കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസങ്ങളും കണ്ടതില്ല. ഞെട്ടിത്തരിച്ച് ആ കോടതി മുറിയിൽ അവൾ തല താഴ്ത്തി വിറങ്ങലിച്ചു നിന്നു. ഒന്നലമുറയിട്ട് കരയാൻ പോലും അവൾ ശ്രമിച്ചില്ല. എന്തിനാണ് അവന് ഇത്രയും വലിയ ശിക്ഷ വിധിച്ചത്? പ്രാണന് തുല്യം അവളെ സ്നേഹിച്ചതല്ലായിരുന്നു അവനെ ഒഴിവാക്കാൻ നിരവധി കള്ളങ്ങൾ അവൾ നിരത്തി. എന്നാൽ എന്തു സംഭവിച്ചാലും അവൾക്കൊപ്പമേ ജീവിക്കൂ എന്ന വാശിയായിരുന്നു അവന്. അത്രയേറെ ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു. ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14 വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജേന കുടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ 25-നാണ് മരണപ്പെടുന്നത്. വീട്ടുകാർ നിശ്ചയിച്ച മറ്റൊരു വിവാഹത്തിന് ഷാരോൺ തടസ്സമാകുമെന്ന് വന്നപ്പോൾ ചതിയിലൂടെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഗ്രീഷ്മയുടെ പൈശാചിക മനസ്സിന്റെ സൂചനയായിട്ടാണ് കോടതി വിലയിരുത്തിയത്. പ്രണയത്തിന്റെ മറയിൽ വിശ്വാസമാർജിച്ചാണ് ഷാരോൺ രാജിനെ വകവരുത്താൻ ഒരുങ്ങിയത്. പാരക്വറ്റ് കീടനാശിനി ആന്തരികാവയവങ്ങളെ എങ്ങനെ നശിപ്പിക്കുമെന്നുമൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് കൃത്യം നിർവഹിച്ചത്. ആത്മാർത്ഥമായി സ്നേഹിച്ചയാളെ പ്രണയം നടിച്ച് ചതിയിലൂടെ കൊലപ്പെടുത്താൻ മുതിർന്ന പ്രതിക്ക് തക്കതായ ശിക്ഷ വിധിച്ചില്ലെങ്കിൽ സമൂഹത്തിനത് തെറ്റായ സന്ദേശമാകും നൽകുകയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ പാരസിറ്റാമോൾ ഗുളിക കലർത്തി ജ്യൂസ് നൽകി ഷാരോൺ രാജിനെ ഗ്രീഷ്മ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലമായി കോടതി വിലയിരുത്തിയിരുന്നു. നേരിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിൽ അന്വേഷണ സംഘം ഹാജരാക്കിയ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും മുഖവിലക്കെടുത്താണ് പരമാവധി ശിക്ഷ കോടതി വിധിച്ചത്. തൂക്കുകയറല്ലാതെ മറ്റൊന്നും ഗ്രീഷ്മ അർഹിക്കുന്നില്ല. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു. അവളാണ് ചെയ്തത് എന്ന് മനസ്സിലായിട്ടും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. ഈ മനസ്സ് അവൾ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനുമൊപ്പം ഷാരോൺ രാജ് ഇന്ന് ഉണ്ടായേനെ. കോടതിയിൽ നിറകണ്ണുകളോടെയാണ് അവന്റെ അച്ഛനും അമ്മയും വിധി കാത്തു നിന്നത്. വിധി വന്നപ്പോൾ കൂപ്പുകൈയോടെ കോടതിയോടവർ നന്ദി പറയുകയായിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ വാദിച്ചിരുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ ഇല്ലാതാക്കിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു പ്രതി. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും പ്രോസിക്യൂഷൻ അന്തിമവാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മരണപ്പെട്ട ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്ക് മനസ്താപമുണ്ടാകില്ലെന്നും അതുകൊണ്ട് പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും ബ്രൂട്ടൽ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പ്രതിഭാഗവും തിരിച്ചടിച്ചിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, വിഷം നൽകൽ, കൊലപാതക ശ്രമം, കൊലപാതകം, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിലാണ് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടത്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന കുറ്റമാണ് ഗ്രീഷ്മയുടെ അമ്മാവനെതിരെ ചുമത്തിയിരുന്നത്. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടിരുന്നു. ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് ഷാരോണിന്റെ കുടുംബവും പ്രോസിക്യൂഷനും വാദിച്ചപ്പോൾ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ പ്രതികരണവുമായി ഷാരോണിന്റെ മാതാപിതാക്കൾ രംഗത്തു വന്നിരുന്നു. സിന്ധുവിനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കളായ പ്രിയയും ജയരാജും പറഞ്ഞു. പൂർണ്ണമായും നീതി കിട്ടിയില്ല എന്നും അവർ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഷാരോൺ അനുഭവിച്ചത് കൊടിയ വേദന തന്നെയാണ്. 11 ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല. അതോടൊപ്പം തന്നെ പ്രതിഭാഗം ആരോപിക്കുന്നത് പോലെ ഗ്രീഷ്മയെ സ്വകാര്യ ചിത്രങ്ങൾ വെച്ച് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയതായുള്ള ഒരു തെളിവും ലഭിച്ചിട്ടില്ല. മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മയെ ഷാരോൺ സ്നേഹിച്ചു. വാവേ എന്നാണ് അവൻ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത്. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുതെന്നാണ് ഷാരോൺ മരണം വരെ ആഗ്രഹിച്ചത്. പക്ഷേ അവൾ മറ്റൊരു ജീവിതത്തിനു വേണ്ടി ഒരു ജീവൻ ഇല്ലാതാക്കി.
ആത്മാർത്ഥ സ്നേഹത്തിന് അവൾ നൽകിയ ശിക്ഷയായിരുന്നു ഷാരോണിൻ്റേത്. ഗ്രീഷ്മയെ പോലെ സ്നേഹം നടിക്കുന്നവർക്കും മനുഷ്യത്വം എന്തെന്നറിയാത്ത ഇവളെപ്പോലുള്ള കാമുകന്മാർക്കും ഈ തൂക്കുകയർ ഒരു പാഠമാകട്ടെ. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.